ഒരു സയന്റിസ്റ്റ് നല്ല വിശപ്പുള്ള ഒരു എലിയെ ഒരു കൂട്ടിലടക്കുന്നു. ആ കൂട്ടിൽ എലിക്ക് ആകെ അവിടെ കാണാൻ പറ്റുന്നത് ഒരേ ഒരു ബട്ടൺ മാത്രമാണ്. അപ്പോൾ എലി നേരെ പോയി ആ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഈ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ എലിക്ക് കഴിക്കാനുള്ള ഫുഡ് എത്തുന്നു. അപ്പം തന്നെ എലി സന്തോഷത്തോടെ ആ ഭക്ഷണം കഴിക്കുന്നു. വീണ്ടും ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇത് തന്നെയാണ് എലിയുടെ ഒരു പരിപാടി. അപ്പോൾ എലിക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ബട്ടൺ എപ്പോഴൊക്കെ പ്രസ് ചെയ്യുന്നോ അപ്പോഴൊക്കെ എനിക്ക് റിവാർഡ് ലഭിക്കുമെന്ന്. അങ്ങനെ ദിവസങ്ങളോളം എലി റിവാർഡിന് വേണ്ടി ഈ ബട്ടൺ ഇടയ്ക്കിടെ പ്രസ് ചെയ്യും, റിവാർഡ് കിട്ടും, റിവാർഡ് സ്വീകരിക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സയൻറ്റിസ്റ്റ് ഈ മെഷീനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി. ആ ചേഞ്ച് വരുത്തിയതിന് ശേഷം എലി ഒരു തവണ ഈ ബട്ടൺ പ്രസ് ചെയ്ത റിവാർഡ് കിട്ടില്ല. പകരം 10 തവണ പ്രസ് ചെയ്താൽ മാത്രമേ ഒരു തവണ എലിക്ക് ഫുഡ് കിട്ടുകയുള്ളൂ. അപ്പം മുതൽ എലി എന്താണ് ചെയ്യുന്നതെന്നറിയോ? എലി നിർത്താതെ ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. കാരണം എപ്പോൾ ഭക്ഷണം കിട്ടും എന്നറിയില്ല, കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അങ്ങനെ എലി നിർത്താതെ ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. ഇത് പ്രസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ താൻ എന്തിനാണ് ഇത് പ്രസ് ചെയ്യുന്നതെന്നുള്ള കാര്യം പോലും എലി മറന്നുപോയി. ഇപ്പോഴും എലി നിർത്താതെ ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് പക്ഷെ ഭക്ഷണത്തിന് വേണ്ടിയല്ല, തൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുമല്ല. പിന്നെ എന്തിനാണ് എലി ഇപ്പോഴും നിർത്താതെ ആ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന ഹാബിറ്റിന് എലി അഡിക്റ്റ് ആയിപ്പോയി. അഡിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിവാർഡ് കിട്ടുമ്പോഴല്ല നമ്മളൊരു കാര്യത്തിന് അഡിക്റ്റ് ആവുന്നത്. റിവാർഡ് കിട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്തയിൽ തന്നെ നമ്മൾ അഡിക്റ്റ് ആയി പോവുകയാണ്. ആൻഡ് ഈ എക്സ്പെരിമെൻ്റ് എലികൾക്ക് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും ബാധകമാണ്. നമ്മൾ ഇടയ്ക്കിടെ നമ്മുടെ ഫോൺ എടുക്കുന്നു, മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നു, നോട്ടിഫിക്കേഷൻസ് തുറന്നു നോക്കുന്നു, സ്ക്രോൾ ചെയ്യുന്നു, ലൈക്ക് കിട്ടിയോ എന്ന് നോക്കുന്നു, കമൻറ്റ് വന്നോ എന്ന് പരിശോധിക്കുന്നു. ചിലപ്പോൾ ഇതൊന്നും വന്നിട്ടുണ്ടാവില്ല, എങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ എന്ന ചിന്തയിൽ നമ്മളിത് തുറന്നു നോക്കുന്നു. നമ്മളല്ല ഫോൺ ഉപയോഗിക്കുന്നത്, ഫോൺ നമ്മളെയാണ് ഉപയോഗിക്കുന്നത്. റിവാർഡിന് വേണ്ടിയാണ് എലി ബട്ടൺ പ്രസ് ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങൾ എപ്പോൾ മുതലാണ് ബട്ടൺ പ്രസ് ചെയ്യാൻ തുടങ്ങിയത്? സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.